ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. ഇരുവരും നിലവിൽ നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ഇരുവരുടെയും ഭാവി എന്താകുമെന്നതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ രോഹിത് ശർമ്മ മനസ്സ് തുറന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനെ കുറിച്ചാണ് രോഹിത് ശർമ്മ നിർണായക പ്രതികരണം നടത്തിയത്. 2027 ഏകദിന ലോകകപ്പിൽ താൻ കളിക്കുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആരാധകർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച ഫോർമാറ്റുകളിൽ ഒന്നായ 50 ഓവർ മത്സരങ്ങളുടെ ലോകകപ്പ് കിരീടം നേടുക എന്നത് കുട്ടിക്കാലം മുതലുള്ള തന്റെ സ്വപ്നമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2 ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച ശേഷം രോഹിത്തും വിരാട് കോഹ്ലിയും 50 ഓവർ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തി. കോഹ്ലിയുടെ മികച്ച ഫോം 2027 ലോകകപ്പിൽ ടീം ഇന്ത്യയിൽ അദ്ദേഹത്തിന് സ്ഥാനമുറപ്പാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ഇതുവരെ ആരാധകർ പോലും ഉറപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയിലാണ് രോഹിത് തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയാണ് വരാനിരിക്കുന്ന 2027 ലോകകപ്പിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്. അവിടത്തെ പിച്ചുകളുടെ ഉയർന്ന ബൗൺസും അപ്രതീക്ഷിത സ്വഭാവവും ഇന്ത്യക്ക് നിർണായകമാണ്. അതിനാൽ പരിചയസമ്പന്നരായ രോഹിത് കോഹ്ലി സഖ്യം റൺസ് നേടാനും സാഹചര്യങ്ങളെ നേരിടാനും ഇന്ത്യക്ക് ആവശ്യമാണ് എന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയിലൂടെയാണ് ടീമിലേക്ക് മടങ്ങിയെത്തിയത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ 50 ഓവർ ഉഭയകക്ഷി പരമ്പരയായിരുന്നു ഇത്. തുടർന്ന് ഓസ്ട്രേലിയക്കെതിരെയായ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി രോഹിത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ചില അർദ്ധ സെഞ്ചുറികൾ താരം നേടി. എന്നാൽ ന്യൂസിലാൻഡിനെതിരെ ഫോം കണ്ടെത്താനായില്ല. നിലവിലെ സാഹചര്യത്തിൽ രോഹിത്തിന്റെ 2027 ലോകകപ്പ് സ്ഥാനം പരിശീലകരും BCCI മുഖ്യ സെലക്ടറും ഉറപ്പ് നൽകിയിട്ടില്ല. പരിചയസമ്പന്നർക്കും കഴിവ് തെളിയിക്കണമെന്ന് അവർ നിർബന്ധമാക്കിയിട്ടുണ്ട്.